ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഫ്രൈഡ് ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് 4 തൈയും 10 വിങ്സും 2 ഡ്രം സ്റ്റിക്കുമാണ്. ഇതാണ് ഫ്രൈഡ് ചിക്കന് ഏറ്റവും നല്ല പാകങ്ങൾ. ഇനി ഞാൻ വെള്ളത്തിൽ വിനിഗറും സോൾട്ട് വിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇതിന്റെ ഉളുമ്പ് ടേസ്റ്റ് മാറ്റാൻ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോഷ് സോൾട്ട് ആണ് ഇടുന്നത്. കോഴ്സ് പരുവത്തിലുള്ള കുക്കിംഗ് സോൾട്ട് ആണ്. നിങ്ങൾക്ക് ഏത് പരുവത്തിലുള്ള സോൾട്ട് വേണമെന്ന് വരികിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനിഗറും കൂടെ ഒഴിക്കുന്നു. ഇത് ഇളക്കി അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ചിക്കൻ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയാണ്. മാരിനേറ്റിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാം, വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഹോൾ മിൽക്കും 2 ടേബിൾ സ്പൂൺ വിനിഗറും ഒഴിച്ച് മിക്സ് ചെയ്ത് 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് ബട്ടർ മിൽക്കാക്കി എടുത്തിരിക്കുന്നത്. ബട്ടർ മിൽക്ക് ചിക്കനിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഷ് സോൾട്ട്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, അത് ചതച്ചാണ് അത് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ഹോട്ട് സോസ്. ഇത് ഇളക്കി പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് കവർ ചെയ്ത് 1 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ കാസ്റ്റ് അയണിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ചട്ടി ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ വറുക്കാൻ എണ്ണ എടുക്കുമ്പോൾ ചിക്കൻ മൂടിക്കിടക്കത്തക്ക വിധത്തിൽ വേണം എണ്ണ ഒഴിക്കാൻ. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഞാൻ റെഫ്രിജറേറ്ററിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിലാണ് വെച്ചത്. റെഫ്രിജറേറ്ററിൽ വെക്കുന്നതിന് മുൻപ് 2 ടീസ്പൂൺ ഹോട്ട് സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് വെച്ചത്. എണ്ണ ചൂടാകുന്ന സമയത്ത് ചിക്കൻ വറുക്കാനായിട്ടുള്ള പൊടി എടുക്കുകയാണ്. അതിന് ഓൾ പർപ്പസ് ഫ്ലവർ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് കോൺ സ്റ്റാർച്ച്, 1 ടേബിൾ സ്പൂൺ കോഷ് സോൾട്ട്, 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക എരിവില്ലാത്ത മുളക് ഉണക്കി പൊടിച്ചതാണ്, 2 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്. ഇതില് എല്ലാം ബേസിൽ, തൈം, ഒറിഗാനോ ഇത് എല്ലാം ചേർത്തതാണ്, 1 ടീസ്പൂൺ കയാൻ പെപ്പർ. ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കൂടുതൽ സ്പൈസി ചിക്കനാണ് വേണ്ടതെന്ന് വരികിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഈ പൊടി മിക്സ് ചെയ്യുമ്പോൾ സ്വല്പം പൊടിയെടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇനം സ്പൈസസും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വേണമെന്ന് വരികിൽ നിങ്ങൾക്ക് കൂടുതൽ എരിവോ ഉപ്പോ ഇതിനകത്ത് ചേർക്കാം. ചിക്കൻ പൊടിയിൽ മുക്കുമ്പോൾ നമ്മുടെ കൈ അഴുക്കാകാതിരിക്കുന്നതിന് ഈ നമ്മുടെ ഇടത്ത് കൈ കൊണ്ട് ഈ തോങ് ഉപയോഗിച്ച് ചിക്കൻ പൊക്കിയെടുത്ത് പൊടിയിലേക്ക് ഇട്ടിട്ട്
നമ്മുടെ വലത്ത് കൈ കൊണ്ട് നമുക്ക് ഈ പൊടി നന്നായിട്ട് ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പൊടി നന്നായിട്ട് കൊട്ടി നമുക്ക് 2-3 എണ്ണം എണ്ണ ചൂടാകുന്ന സമയത്ത് റെഡിയാക്കി വെക്കാം. നന്നായിട്ട് പൊടി ചിക്കനിൽ നമ്മൾ പിടിപ്പിക്കുക. പിന്നെ അതിങ്ങനെ കൊട്ടി എക്സ്ട്രാ പൊടി ഉണ്ടെന്ന് വരില്ലത് ഇങ്ങനെ കുടഞ്ഞ് കളയാം. പിന്നെ നമുക്കിതുപോലെ കൊട്ടി 3-4 എണ്ണം റെഡിയാക്കി വെക്കുക. ചിക്കൻ എണ്ണയിലേക്ക് ഇടുന്നതിന് മുൻപ് അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ നോക്കിയിട്ട് വേണം ചിക്കൻ ഇടുവാനായിട്ട്. ചിക്കൻ വറുക്കാനുള്ള എണ്ണയുടെ ടെമ്പറേച്ചർ 350 to 370 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 170 to 180 സെൽഷ്യസ് ആയിരിക്കണം. സാധാരണ നമ്മൾ എന്തെങ്കിലും സാധനം എണ്ണയിൽ വറക്കുമ്പോൾ നമ്മൾ വറക്കാനുള്ള ഒരു സാധനത്തിന്റെ സ്വല്പം വിട്ട് അത് പൊങ്ങി വരുമ്പോൾ അത് എണ്ണ ചൂടായി എന്ന് നമ്മളിങ്ങനെ കണക്കാക്കാറുണ്ട്. പക്ഷെ അതിനു പകരം ഇതുപോലെ ഒരു വുഡൻ സ്പൂണിന്റെ ഈ ഭാഗം നമ്മൾ എണ്ണയിലേക്ക് മുക്കുമ്പോൾ അതിന്റെ ചുറ്റിനും ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെന്ന് വരിയില് എണ്ണ നന്നായിട്ട് ചൂടായി എന്നാണ് അർത്ഥം. അത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്ക്യൂവർ നമ്മൾ എണ്ണയിലിട്ട് മുക്കിയാലും അതുപോലെ തന്നെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് വറക്കാനുള്ള സാധനം എണ്ണയിലേക്ക് ഇടാം. ചിക്കൻ വറുക്കാൻ തുടങ്ങുകയാണ്. എണ്ണയുടെ ടെമ്പറേച്ചർ 350-ലാണ് നിൽക്കുന്നത്. എണ്ണയിൽ ഇടുമ്പോൾ 3-4 പീസസ് മാത്രമേ ഇടാവുള്ളൂ. കൂടുതലെല്ലാം ഇടുമ്പോൾ എണ്ണയുടെ ടെമ്പറേച്ചർ താന്നു പോവുകയും അതിൻ്റെ വറക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാൻ സാധിക്കുകയില്ല. ചിക്കൻ വറുത്തെടുക്കുന്നതിനുള്ള സമയം 11 മിനിറ്റാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ നമ്മൾ മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുത്ത് 11 മിനിറ്റ് വരെ അങ്ങനെ ചെയ്തെടുക്കണം. ഇപ്പം 2 മിനിറ്റായി. ഞാൻ ഈ ചിക്കൻ മറിച്ച് ഇടുകയാണ്. ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ സാധാരണ അതിൻ്റെ ടെമ്പറേച്ചർ താഴ്ന്ന് 350-ൽ താഴാറുണ്ട്. അത് 350-ൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ താഴുമ്പോൾ ഇതിൻ്റെ സ്റ്റൗ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കണം. ചിക്കൻ വേകാൻ തുടങ്ങിയിട്ട് 11 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ വെന്തോ ഇല്ലെന്ന് അറിയാനായിട്ട് എനിക്കൊരു തെർമോമീറ്റർ ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ 165-ൽ വരികയാണെങ്കിൽ ചിക്കൻ വെന്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് 165-67ഓളമായി. ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. അതുപോലെ ചിക്കൻ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു വയർ റാക്ക് എന്തെങ്കിലും പേപ്പറോ വല്ല വടിയിലിട്ടിട്ട് ഇതുപോലെ ഒരു വയർ റാക്കിൽ വെക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് അത് കിട്ടും നമുക്ക്. പിന്നെ ഇതുപോലെ വയർ റാക്കിൽ വെക്കുന്നത് കൊണ്ട് അധികം എണ്ണമേ ഉള്ളത് അത് ഡ്രിപ്പ് ചെയ്ത് ആ പേപ്പറിലേക്ക് വീണ് അത് ചിക്കൻ ഡ്രൈ ആയിരിക്കും. ഓരോ 2 മിനിറ്റിലും ചിക്കൻ മറിച്ചും തിരിച്ചും ഇടുമ്പോൾ ക്രസ്റ്റ് പൊടിഞ്ഞു പോകാതിരിക്കാതിന് സാവകാശത്തിൽ അത് ചെയ്യണം. ചിക്കൻ വറുത്തു കഴിഞ്ഞു. ക്രിസ്പി ജ്യൂസി ചിക്കൻ ഫ്രൈ ആണ്
ചിക്കൻ വറക്കുന്നതിന് മുൻപേ മാരിനേറ്റ് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ വറക്കുകയാണെന്ന് വരികിൽ നല്ല ടേസ്റ്റ് ആയിട്ട് വറുത്തെടുക്കാനായിട്ട് സാധിക്കും. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.